Hello, good morning. Good morning. Sound of silence. Good morning, ma'am. Yes. Good morning, ma'am. Good morning, miss. Good morning, ma'am. Morning. Good morning, ma'am. മേഡം ഹെൽത്ത് ഓക്കെ ആയോ? Okay, വരുന്നു. And what about you? Are you okay? All of you? How are you? യെസ് മാം, ഫൈൻ. Fine, ma'am. ഫൈൻ മാം. Yes. പെട്ടെന്ന് വയ്യാണ്ടായി ഒരു ക്ലാസ് നമ്മുടെ മിസ്സായി അല്ലേ? അതായത് നമ്മള് മേക്കപ്പ് ചെയ്തെടുത്തു. നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാ? പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്താ? HR, Assessment of Interview Panel, അല്ലേ? അതായത് HRM, Human Resource Management. That means the management of workforce in an organization. ഒരു ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സിനെ മാനേജ് ചെയ്യുന്നത് അവിടുത്തെ എന്താ പറയാ ഓവറോൾ എല്ലാ എംപ്ലോയീസും ഫ്രം ദ ടോപ്പ് ലെവൽ ടു ദ ബോട്ടം ലെവൽ. നമ്മളുടെ പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്ഡ് ഫോം ഓഫ് മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പേഴ്സണൽ മാനേജ്മെന്റ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള വർക്കുകളൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാനേജ് ചെയ്യുന്നതായിരുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിലും. പക്ഷെ ഇന്നത്തെ കാലത്ത് നവഡേയ്സ് നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വേൾഡിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. അതോടൊപ്പം തന്നെ ഓരോ ഓർഗനൈസേഷനും പരസ്പരം മറ്റൊരു ഓർഗനൈസേഷൻസുമായിട്ട് എപ്പോഴും കോമ്പീറ്റിംഗ് ഒരു കാര്യമുണ്ട് അല്ലെ? കോമ്പറ്റീഷൻസ് കൂടി നടത്തുന്നുണ്ട്. കാരണം ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ ഡെവലപ്ഡ് ആവണം, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരണം അല്ലെ? പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവരണം, പുതിയ എന്താ പറയാ ഇന്നോവേഷൻസ് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ബിസിനസ്സുകാരും ഇന്നൊരു കോമ്പറ്റീറ്റീവ് നേച്ചറിലാണ് അവരുടെ ബിസിനസ് ഒക്കെ ക്യാരി ഓൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഡ്യൂ ടു ദ ഹൈ കോമ്പറ്റീഷൻ, ഈ കോമ്പറ്റീഷൻ ലെവല് ഉയർന്നത് കൊണ്ടും and also employees, those who are working in the organization, ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആർ കമ്മിങ് ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഓർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓർ ഡിഫറെന്റ് നേച്ചർ എംപ്ലോയീസ് അല്ലെ? പല പല സ്വഭാവ രീതികളുള്ള പലതരം ബിഹേവിയറൽ പാറ്റേൺസ് ഉള്ള ആളുകളൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ വരുന്നത്. സോ ദാറ്റ് അങ്ങനെ വരുമ്പോൾ ഇവരെ ഡീൽ ചെയ്യാൻ, ഇത്തരം എംപ്ലോയീസിനെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് പ്രോപ്പർ മാനേജ്മെന്റ് അത്യാവശ്യമാണ് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ നമ്മളുടെ ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളത് മാറ്റി അതൊന്നുകൂടി പ്രോസസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു അല്ലെ? നമ്മൾ അതിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാനായിട്ട് അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മാനുവൽ, ഒരു ഗൈഡ് അല്ലെ? ഒരു ബൈബിൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സുകളുടെ പോളിസീസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗൈഡ് എന്നോ ഒരു ബൈബിൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു എന്താ പറയാ ഒരു HR മാനുവൽ കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ടു. ആൻഡ് ഓൾസോ ഇറ്റ്സ് കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാകുക. ഒരു ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതായി ഈ പോളിസീസ്, അല്ലെങ്കിൽ അവരെ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് എഴുതി തയ്യാറാക്കി ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഫോമിൽ ഒരു ഡാറ്റ എന്താ പറയാ ഡാറ്റ ബേസിക് ആയിട്ട് നമുക്ക് അവരെ ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട കുറെ കാര്യങ്ങളാണ് അതിന്റെ കണ്ടന്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ HRMന്റെ പ്രധാനപ്പെട്ട ഫേസസ്, 4 ഫേസസ് ആയിട്ട് HRMന് ഡിവൈഡ് ഉണ്ട്, 4 തട്ടുകളായിട്ട് അല്ലെ? ഘട്ടങ്ങളായിട്ട്. പ്രീ റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ് ആൻഡ് പോസ്റ്റ് എക്സിറ്റ് എന്നാണ്. പ്രീ റിക്രൂട്ട്മെന്റ് നമ്മൾ പറഞ്ഞു. എന്താണ് പ്രീ റിക്രൂട്ട്മെന്റ്? നമുക്കറിയാം റിക്രൂട്ട്മെന്റ് പ്രോസസ് ചെയ്യുന്നതല്ല ഒരു എംപ്ലോയിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? മാനേജിങ് ആൻ എംപ്ലോയി
or a worker or a staff, those who are working in an organization. ഒരു ബിസിനസ്സിൽ, ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു വർക്കർ, ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുമ്പോൾ അവരവിടെ വരുന്നതിന് മുമ്പും ചില കാര്യങ്ങൾ അവരുടെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ദീസ് ആർ ഡൺ ബൈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇത് നടക്കുന്നത് ആരിന്റെയാ? ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ HR മാനേജർ ആണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റിന് മുന്നേ എന്താ റിക്രൂട്ട്മെന്റിന് മുന്നേ നടക്കുക? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ ജോബിൽ എവിടെയെങ്കിലും അലോട്ട് ചെയ്യുക, അവർക്ക് ജോലിയൊക്കെ കൊടുത്തിട്ട് അവരെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോബ് എന്താ പറയാ കൊടുത്തിട്ട് അവരെ പ്ലേസ് ചെയ്യുക. അതിനെയാണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ. ആ ഒരു ജോലിക്ക് ആളെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുക, അല്ലെ? അപ്പൊ ആ റിക്രൂട്ട്മെന്റിന് മുന്നേ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? തീർച്ചയായും നടക്കുന്നുണ്ട്. ബിഫോർ ഈ പ്രീ റിക്രൂട്ട്മെന്റ് തുടങ്ങുന്നത്, ഇറ്റ്സ് ഇനീഷ്യലി സ്റ്റാർട്ടഡ് ഫ്രം വെൻ ദ HR മാനേജർ, ഈ HR മാനേജർക്ക് ഒരു ഇന്റിമേഷൻ കിട്ടുകയാണ്. എവിടെ നിന്ന്? ഫ്രം എനി ഓഫ് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡിൽ നിന്ന്, HODയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇത്ര വേക്കൻസീസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ ഓരോ വേക്കൻസീസിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആരെ അറിയിക്കും? ഒന്നില്ലെങ്കിൽ നമ്മുടെ HR മാനേജറിനെയോ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ. മീൻസ് യു പീപ്പിൾ, നിങ്ങളൊക്കെയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന ലെവലിലേക്ക് നിങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങളെയോ അതുപോലെ HR മാനേജറിനെയോ ഒക്കെ ഇൻഫോം ചെയ്യും, ഇന്റിമേറ്റ് ചെയ്യും. എന്ത്? ഇത്ര വേക്കൻസി, ഇത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ആൾക്കാർ കുറവുണ്ട്, ഇപ്പൊ ഹോസ്പിറ്റൽസിലാണെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര എംപ്ലോയീസ്, സ്റ്റാഫിന്റെ എണ്ണം കുറവുണ്ട്, ഇന്ന കാര്യത്തിന് വേണം, ഇന്ന ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാപിറ്റലാകും, അല്ലെ? അവിടെ എക്കോ, അങ്ങനെ TMT, അങ്ങനത്തെ കുറെ മെഷീൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പ്രവർത്തിപ്പിക്കാൻ അത്യാവശ്യം അഡക്വേറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് ഇസ് നോട്ട് ദർ, അവിടെ ഇല്ല എന്ന് ആരറിയിക്കണം? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് അറിയിക്കണം. അല്ലാതെ അറിയാൻ പറ്റുമോ? ഇല്ല. HR മാനേജർ ആ ഹ്യൂമൻ റിസോഴ്സുകളെ എല്ലാം മാനേജ് ചെയ്ത് നടക്കുക. അപ്പൊ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റിൽ കയറി ഇറങ്ങി ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഹാവ് എ ഹെഡ്, അല്ലെ? എല്ലാവർക്കും എന്തായിരിക്കും? ഒരു HOD ഉണ്ടായിരിക്കും. അപ്പൊ HOD അറിഞ്ഞാൽ മതി എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എത്ര ആൾക്കാരുടെ എണ്ണമുണ്ട്. എന്താ പറയാ, എന്ന് പറയുന്ന അവരെ എടുക്കാനായിട്ട് അവിടെ ഒരു സ്റ്റാഫിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ 2 സ്റ്റാഫ് വേണം. അപ്പൊ അതിന്റെ HOD അറിയണം അവിടെ ഒരു എംപ്ലോയീസിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ കുറവുണ്ടെന്ന്, അല്ലെ? അതുപോലെ ഫാർമസിയിൽ ചിലപ്പോ മരുന്നുകളൊക്കെ ഡിസ്പെൻസ് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫിന്റെ എണ്ണമില്ല. അപ്പൊ അവിടെയും 1-2 പേരെ വേണം, അല്ലെങ്കിൽ 3 പേരെ വേണം. അത് സൈസ് ഓഫ് ദ ഫാർമസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഫാർമസിയുടെ സൈസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സൈസിനനുസരിച്ച് ഇത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകളും ഡിസ്പെൻസ് ചെയ്യുന്നവരുടെ എണ്ണമൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ അതൊക്കെ വേണം എന്നറിഞ്ഞ് HOD ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും കാര്യം, വേക്കൻസിയുടെ എണ്ണം ആരെ അറിയിക്കേണ്ടത്? HR മാനേജറിനെയോ അഡ്മിനിസ്ട്രേറ്ററിനെയോ ഒക്കെ അറിയിക്കാം. അപ്പൊ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. റിക്രൂട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് അവിടെ തുടങ്ങും. ആദ്യം അവരിത് അറിയിക്കുന്നു, എന്നിട്ട് അത് അറിയിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങള്, അത് എന്താ പറയാ, എത്ര എണ്ണം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? വേക്കൻസീസ് ഫില്ല് ചെയ്യും. അപ്പൊ ഈ വേക്കൻസീസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം വേക്കൻസീസ് എങ്ങനെയുണ്ടാകുക? ചിലപ്പോൾ എക്സിസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ വേക്കൻസീസ് ഡ്യൂ ടു റിട്ടയർമെന്റ് ആകാം, അല്ലെങ്കിൽ ഡിസ്മിസൽ ആകാം, ആരെങ്കിലും ഡിസ്മിസ് ചെയ്തു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വമേധയാ കാലാവധി കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത് പോയി, അല്ലെങ്കിൽ ചില ആളുകൾ റിസൈൻ ദ ജോബ്, ആ ജോലി രണ്ടാമത് വെച്ച് പോകുന്നതാകാം. അങ്ങനെ ഡ്യൂ ടു മെനി റീസൺസ് അവിടെ എന്താണ് വേക്കൻസീസിന്റെ എണ്ണം കൂടാം. പിന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെ വേക്കൻസീസിന്റെ എണ്ണം കൂടാന്ന് പറഞ്ഞു. ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റൽസിൽ പുതിയ അഡ്വാൻസ്മെന്റ്, കുറെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നു, കുറെ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയാ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, പുതിയ സാറ്റലൈറ്റ് സെന്റേഴ്സ് ഓപ്പൺ ചെയ്തു, ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തു, പുതിയ ഔട്ട്ലെറ്റ്സ് ഓപ്പൺ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളും ആകാം. അതർവൈസ് ഇഫ് ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻക്രീസസ് ഓൾസോ, ചില സാഹചര്യങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടുന്നതനുസരിച്ചും എന്ത് ചെയ്യും? ഇതുപോലെ വേക്കൻസീസ് വരാൻ സാധ്യത. കഴിഞ്ഞ ദിവസം ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു അല്ലെ, കൊറോണ വന്ന സമയത്ത് പല ഹോസ്പിറ്റൽസിലും എന്തുണ്ടായി? ഒരുപാട് എംപ്ലോയീസിന്റെ സ്റ്റാഫിന്റെ ഒക്കെ ആവശ്യം വന്നു. കുറെ പേർക്കൊക്കെ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്തു? അവർക്ക് കുറച്ചൊക്കെ ജോലി കിട്ടാനായിട്ട് ഇടയായി, അല്ലെ?
അപ്പൊ ചിലപ്പോ ചിലരൊക്കെ ജോലിയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. പല റീസൺസും ഉണ്ട്. മനുഷ്യന്മാർക്ക് ജോലി ബ്രേക്ക് ചെയ്യേണ്ട പല ആവശ്യങ്ങളും വരും അല്ലെ, പല റീസൺസും ഉണ്ടായിരിക്കും. എല്ലാ മനുഷ്യർക്കും എല്ലാവരുടെയും ഇത് ഒരുപോലെയല്ലല്ലോ. ചില പ്രത്യേക ഘട്ടത്തിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ആ ഒരു ജോലിക്ക് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ചിലപ്പോൾ അവര് അത്രയധികം പരിഗണിച്ചു എന്ന് വരില്ല. അതിന് റീസൺ ഉണ്ട്. കാരണം എന്ത് റീസൺ കൊണ്ടാണ്? റീസൺസ് നമ്മൾ നിരത്തിയാൽ പോലും അവര് അത്തരം ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു ബ്രേക്ക് ഇല്ലാതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൂടുതൽ എക്സ്പീരിയൻസ് ആളുകളെയാണ് എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. പക്ഷെ അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ചില ആളുകൾക്ക് ഈ കൊറോണയൊക്കെ വന്നപ്പോൾ ജോലിയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ട് അവർക്ക് കൂടുതൽ എന്താ പറയാ ടോപ്പ് ലെവലിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ അവരുടെ ആപ്ലിക്കേഷൻസ് കൂടി അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ കാരണങ്ങളാണ് പുതിയ വേക്കൻസീസ് ഉണ്ടാകാനുള്ള റീസൺസ് ഇതാണ്. ആക്ച്വലി ഒരു ന്യൂ ഒരു ഓപ്പൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്പർ ഓഫ് വേക്കൻസീസ്, ഒരുപാട് വേക്കൻസീസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ whatever the number of vacancies and whenever the vacancies occur, it should be properly intimated to the HR manager or administrator through proper channels. അപ്പൊ ശരിയായ രീതിയിൽ ഇത് HR മാനേജറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററെയോ പ്രോപ്പർ ചാനൽ വഴി അത്തരം വേക്കൻസീസ് ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രീ റിക്രൂട്ട്മെന്റ്. അപ്പൊ പ്രീ റിക്രൂട്ട്മെന്റിന്റെ അവിടെ അതായത് റിക്രൂട്ട്മെന്റിന് മുന്നേ തന്നെ നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അതുപോലെ തന്നെ HR മാനേജർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ വേക്കൻസീസ് കളക്ട് ചെയ്യാം പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ക്ലിയർ ആയോ? ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ഇങ്ങനെ എന്താ പറയാ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മുന്നിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. Then the next one is എന്താ പറയാ റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ. ഇനി നമുക്ക് വേണ്ട ടാലൻസിനെ നമ്മൾ കണ്ടെത്തണം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യുന്നത് HODയുടെ ഇന്റിമേഷൻ പ്രകാരം. HODs ഓഫ് each and every department will intimate their vacancies to the HR manager or administrator. HR മാനേജറിനെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിനെയോ അവരുടെ വേക്കൻസീസ് ഇന്റിമേറ്റ് ചെയ്യും. ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് എന്ത്, ഈ വേക്കൻസീസ് ഹാവ് ടു ബി filled, whether it is both routine and urgent or also future vacancies. ഇപ്പൊ തന്നെ പെട്ടെന്ന് ഫിൽ ചെയ്യേണ്ട വേക്കൻസീസ് ആയിക്കോട്ടെ, ഫ്യൂച്ചറിൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യേണ്ടതായിക്കോട്ടെ, ഒരു മാസം കഴിഞ്ഞിട്ട് വേക്കൻസി വരാൻ സാധ്യതയുള്ളതായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, അങ്ങനെയാണെങ്കിലും അത് എന്ത് ചെയ്യണം, ഇത് നമ്മൾ HR മാനേജറിനെ അറിയിക്കണം. എന്താ പറഞ്ഞേ? അപ്പൊ അത് HR മാനേജറിനെയോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിനെയോ എങ്ങനെ അറിയിക്കണം? ഷുഡ് ബി given, and that means the intimation should be given in prescribed form. അതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം എഴുതി തയ്യാറാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്ര വേക്കൻസീസ് ഉണ്ട്. അത് നമ്മളുടെ HR ഡിപ്പാർട്ട്മെന്റ് അവരുടെ HR മാനുവൽ ഉപയോഗിച്ചു എന്നിട്ട് അത് വെരിഫിക്കേഷൻസ് ഒക്കെ നടത്തും. എന്താണ്, എത്ര ടാലന്റ് വേക്കൻസീസ് ആണോ ഉള്ളത്, എത്ര ടാലൻസിനെ വേണം എന്നുള്ളതൊക്കെ അവർ നോക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവര് ഫസ്റ്റ് തന്നെ അവരുടെ ആ ഒരു കിട്ടിയിരിക്കുന്ന വേക്കൻസീസിന്റെ എണ്ണവും ഇതാരാണ്, ഏതേത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റുകളാണ് ഇത്ര വേക്കൻസീസ് വേണമെന്ന് ആരുടെ പേരിലാണ് എഴുതിയേക്കണേ. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടല്ലോ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ അവിടുത്തെ ആളുടെ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ടായിരിക്കും ഹെഡിന്റെ, മനസ്സിലാകും. ഇപ്പൊ ഫാർമസി ആണെങ്കിൽ അവിടുത്തെ ഹെഡ് ആരാണോ അതിന്റെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോൾ ആ ഒരു ഇതും നമ്പർ ഓഫ് വേക്കൻസി ഒക്കെ കൂടി അവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ആള് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ക്രോസ് ചെക്ക് ചെയ്യും സിഗ്നേച്ചർ വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യും. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ജെന്യുവിൻനെസ് ഓഫ് ദാറ്റ് ഫോം. ആ ഫോമിന്റെ ജെന്യുവിനിറ്റി അല്ലെങ്കിൽ ജെന്യുവിൻനെസ് ആണ് കറക്റ്റ് വേർഡ് കേട്ടോ. ജെന്യുവിനിറ്റിയേക്കാൾ കുറച്ചുകൂടി നല്ല വേർഡ് ജെന്യുവിൻനെസ് ആണ്. അപ്പൊ ഫോർ കൺഫേമിംഗ് ദ ജെന്യുവിൻനെസ് ദ HR ഡിപ്പാർട്ട്മെന്റ് ഹാവ് ടു മേക്ക് സം ഇന്റേണൽ ഓഡിറ്റ് ബൈ ചെക്കിംഗ് ദ സിഗ്നേച്ചേഴ്സ്. ഈ വെരിഫയർ സിഗ്നേച്ചർ ഒക്കെ വെരിഫൈ ചെക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, HRD ഈ പറയുന്ന ഇത് കൺഫേം ചെയ്യാൻ, ഇതിന്റെ എന്താ പറയാ എത്രത്തോളം ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജെന്യുവിൻ ആണ്, ആ ജെന്യുവിനിറ്റി കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിഗ്നേച്ചർ ഒക്കെ ഫസ്റ്റ് ലെവലിൽ അവര് നോക്കുന്നു. അതിനുശേഷം ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻടാക്ട്, ദാറ്റ് മീൻസ് ആ വേക്കൻസീസ് പറഞ്ഞതൊക്കെ ശരിയാണ്, ഇത്ര വേക്കൻസീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, അത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്നറിയോ, they will search for the departments if they have some excess staff.
അതായത് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ, ഈ വേക്കൻസീസിന്റെ എണ്ണമൊക്കെ നോക്കി ഓക്കെ ശരിയാണ്, ഇത്ര ആളുകളുടെ കുറവുണ്ട്, അവിടെയൊക്കെ ഫില്ല് ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം തന്നെ കൊണ്ടുപോയി അഡ്വർടൈസ്മെന്റ് ചെയ്യാം. ഇത്ര ആളുകളുടെ ഒഴിവ് ഇന്ന ഡിപ്പാർട്ട്മെന്റിലുണ്ട്, പരസ്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൈമാറുകയല്ല ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ അവരത് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ തന്നെ എക്സസ് സ്റ്റാഫ്, എക്സസ് ആയിട്ട് കൂടുതലായിട്ടുള്ള എംപ്ലോയീസ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടോ എന്ന് നോക്കും. എന്തിന്? ഫോർ മേക്കിംഗ് സം ഇന്റർചേഞ്ചിങ്. എന്തിനാ? അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒറ്റ മാറ്റാൻ വേണ്ടിയിട്ട്. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് നഴ്സുമാർ, ഇപ്പൊ നഴ്സസ് ഒക്കെ അങ്ങനെ ഒരുപാട് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ട് ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലും അവിടെ പുതിയ മെഷീൻസ് ഒക്കെ ഇന്ന് വന്നതുകൊണ്ടേ അങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നഴ്സസ് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് പഠിക്കണം അല്ലെ. ഉദാഹരണം കാർഡിയാക് കെയർ ടെക്നിക്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്. കാരണം അതിന്റെ അവിടെയുള്ള മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്കാണ് കൂടുതൽ സാധാ നഴ്സിംഗ് പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടി അറിയുക അല്ലെ. അനസ്തെറ്റിക്സ്, അതായത് അനസ്തേഷ്യ വിഭാഗത്തില് അനസ്തേഷ്യ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് തന്നെ ഇന്നുണ്ട് അല്ലെ, അവൈലബിൾ ആണ്, നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള നഴ്സസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സ്റ്റാഫുകളിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്റർചേഞ്ചിങ് ഒക്കെ നടത്തുക. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അത്തരം എന്ത് ചെയ്യുന്നു വേക്കൻസീസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും ആദ്യം. അല്ലാണ്ട് എന്താ പറയാ വേഗം തന്നെ ഓടിപ്പോയിട്ട് ആളുകളുടെ ഇത്ര എണ്ണം കുറവ് വീതമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പോയി പരസ്യം കൊടുക്കലല്ല ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ദേ മേക്ക് സം അഡ്ജസ്റ്റ്മെന്റ്സ് ഫോർ സം ഇന്റർചേഞ്ചിങ്സ്, അതായത് ഈ സ്റ്റാഫുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുക, അവരൊരു റേഷ്യോ, ഒരു പ്രത്യേക റേഷ്യോയിലാണ് അല്ലെ, എത്ര ആളുകൾ വേണം, എത്ര വേക്കൻസീസ് ഉണ്ട്, ആ ഒരു രീതിയൊക്കെ അവർ കൺസിഡർ ചെയ്തിട്ടാണ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു രീതിയിലേക്ക്, ആ ഒരു വേക്കൻസി ഫിൽ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകുക. ഞാൻ പറഞ്ഞു ഈ പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര പേഷ്യൻസ് ഉണ്ട്, ഇപ്പൊ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ ചിലപ്പോ ഇൻപേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന കുറെ നഴ്സസ് ഉണ്ട് ഓരോ ഫ്ലോറിലും ഒക്കെ അല്ലെ. അവിടെയൊക്കെ വെറുതെ കുറെ നഴ്സസ് ഒന്നും ആവശ്യമില്ല. കാരണം അവിടെ വാർഡിലും അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ മെറ്റേണിറ്റി വാർഡും മറ്റു വാർഡുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വാർഡുകളിലൊന്നും അധികം പേഷ്യൻസ് ഇല്ല. അതല്ലാതെ അപ്പൊ അങ്ങനെ അധികം പേഷ്യൻസ് ഇല്ലെങ്കിൽ അവിടെ എന്താ പറയാ കുറെ നഴ്സസിനെയൊക്കെ കൊണ്ട് അലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെയൊക്കെ കുറെ ആളുകൾ വെറുതെ നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ എടുത്തിട്ട് നമുക്ക് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ താൽക്കാലികമായിട്ട് മാറ്റാൻ പറ്റും അല്ലെ. അതൊക്കെ തന്നെയാണ്. അപ്പൊ ആ റേഷ്യോ നോക്കും. അപ്പൊ റേഷ്യോ നമുക്കറിയാലോ, ഇപ്പൊ 100 പേഷ്യൻസ് ഉണ്ടെങ്കിൽ എത്ര സ്റ്റാഫ് വേണം. അപ്പൊ അങ്ങനെ ഒരു റേഷ്യോയിലായിരിക്കണം അത് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആളുകളൊക്കെ അവിടെ ഇട്ട് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നിലവിൽ നമുക്ക് എന്താ പറയാ എക്സിസ്റ്റിംഗ് സ്റ്റാഫുകളെ ഇന്റർചേഞ്ച് ചെയ്തൊന്നും വേക്കൻസീസ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് പുറത്തുനിന്ന് ആളെടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ പറയാ ഇനി പുറത്തുനിന്നൊക്കെ നമ്മൾ ഇവിടെ നിന്നൊക്കെ എടുത്തു റീഷഫിൾ ചെയ്തു, നമ്മളുടെ HR ഡിപ്പാർട്ട്മെന്റ് അവരുടെ രീതിയിൽ പല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കലൊക്കെ നടത്തി അതിനൊക്കെ ശേഷം എന്താ പറയാ അവരുടേതായ രീതിയിൽ ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് പുതിയ സ്റ്റാഫിന്റെ ടാലന്റ് അക്വിസിഷൻ ഇന്റർവ്യൂകൾ സമർപ്പിക്കുക. അതല്ല എങ്കിൽ ടാലന്റ് എന്താ പറയാ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ ആളുകളെ നമുക്ക് ഹണ്ട് ചെയ്തെടുക്കാം പുറത്തുനിന്ന്. പുറത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, പുറത്തുനിന്ന് ആളുകളെ ജോലിക്ക് എടുക്കുന്നത്, അതിനാണ് ടാലന്റ് അക്വിസിഷൻ. അതിന് വേണ്ടിയിട്ടുള്ള ഇന്റന്റ് സമർപ്പിക്കുക. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര വേക്കൻസീസ് ഉണ്ട്, ഇത് ഒരു ഓർഡറാണ്, പർച്ചേസ് ഓർഡറിനെയാണ് നമ്മൾ ഇന്റന്റ് എന്ന് വിളിക്കുക. പർച്ചേസ് ഓർഡർ. ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ആരെ പർച്ചേസ് ചെയ്യാനാ, നമ്മുടെ വേക്കൻസീസ് ആയിട്ടുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള നമ്മുടെ എംപ്ലോയീസിന് അല്ലെങ്കിൽ ജോബ് ആസ്പിരൻസിന് അല്ലെ, പുതിയ ജോലിക്കാരെ വേണം എന്നുള്ള ഒരു പർച്ചേസ് ഓർഡർ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനുശേഷമാണ് നടത്തുക. അപ്പൊ എമർജൻസി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഷഫിൾ ചെയ്തെടുക്കും. അതേസമയം നമുക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതി, നമുക്ക് എമർജൻസി ലൈഫ് ഈ വേക്കൻസീസ് നോട്ട് എമർജൻസി നേച്ചറിൽ അല്ലാന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും നമുക്ക് കുറച്ച് സമയത്തേക്ക് വേണമെങ്കിൽ ഡിലേ ആക്കാം. ചിലപ്പോ 1 വീക്കോ 2 വീക്കോ a month 2 months ഒക്കെ അതനുസരിച്ച് നമുക്ക് ഡിലേ ആക്കി മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ഈ ടാലന്റ് അക്വിസിഷൻസിൽ വരിക.
ഈ പറയുന്ന വേക്കൻസീസ് ഫിൽ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു എന്താ പറയാ കുറച്ച് എഫേർട്ടൊക്കെ എടുക്കേണ്ടി വരും. റീഫിൽ ഷഫിൾ ചെയ്യാനായിക്കോട്ടെ, പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യുന്നതായിക്കോട്ടെ. പക്ഷെ അത് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ വി ഹാവ് ടു കൺസിഡർ ദ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. ആ ഒരു ഒറ്റ സിംഗിൾ പ്രോസസ്സിൽ നമ്മൾ ആ വേക്കൻസീസ് ഫിൽ ചെയ്യുകയാണെങ്കിൽ കുറെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകളൊക്കെ, കുറെ ചെലവുകൾ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെലവ് കുറയ്ക്കാം. ഇപ്പൊ ഒരു വേക്കൻസി ഈ മാസം കുറച്ച് വേക്കൻസി ഉണ്ട്, ഒരു 10-20 പേരെ. ആ വേക്കൻസീസ് ഫിൽ ചെയ്യാനായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ റീഷഫിൾ ചെയ്തു. ഒരു 5-6 പേരെ കിട്ടി. ബാക്കി ഇനിയും വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കിയുള്ളത് എന്താ പറയാ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫിൽ ചെയ്യേണ്ട വേക്കൻസി ആയിരുന്നു. അപ്പൊ നമ്മളത് ആഡൊക്കെ കൊടുത്തു, അഡ്വർടൈസ് ചെയ്തു. അപ്പൊ അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ അത് ഭാഗം ക്ലിയർ ചെയ്തു. പക്ഷെ വിതിൻ എ കപ്പിൾ ഓഫ് വീക്സ്, 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണം, വീണ്ടും വേക്കൻസി വരണം. കണ്ടോ? അപ്പൊ വരുമ്പോ എന്താ പറ്റുകയെന്നറിയോ, ഇനിയും നമുക്ക് ഷഫിൾ ചെയ്യാനില്ല നമ്മുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫ്. വി ഹാവ് ടു മേക്ക് റിക്രൂട്ട്മെന്റ് ഫ്രം ഔട്ട്സൈഡ്. പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരസ്യം കൊടുത്ത് കുറച്ച് ആൾക്കാർ എടുത്തു അല്ലെ? അപ്പൊ നോക്കിയേ, ചെലവ് കൂടിയില്ലേ നോക്കിയേ. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പാണ് ഒരു റിക്രൂട്ട്മെന്റ് നടത്തിയ പരസ്യത്തിന് വേണ്ടി. അന്നേരം നമ്മൾ പരസ്യം കൊടുത്തു. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാ. ഒരു അഡ്മിനിസ്ട്രേഷൻ ചെലവുകൾ കൂടാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത്തരം ടാലന്റ് അക്വിസിഷൻ ഹണ്ടുകൾ നടത്തുമ്പോൾ ചെയ്യാനായിട്ട്. അതല്ലേ നമ്മള് സാധാരണ നമ്മുടെ വീടുകളിൽ ഒത്തിരി ഇങ്ങനെയുള്ള ചെലവ് കുറയ്ക്കുന്ന രീതികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോ സ്വന്തമായിട്ട് വണ്ടി വാഹനമൊന്നും ഓടിക്കാൻ അറിയാനോ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാത്തിനും ഹസ്ബൻഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ സൗകര്യമൊക്കെ നോക്കി അല്ലെ നമ്മുടെ ഒന്ന് സ്റ്റോറിലൊക്കെ പോയിട്ട് കുറെ സാധനങ്ങൾ വാങ്ങിക്കണം. ഓരോന്നോരോന്ന് പോയി വാങ്ങിക്കാണോ, ഓട്ടോ പിടിക്കുന്നു പോകുന്നു അല്ലെ? 2 ദിവസം നമ്മൾ വീണ്ടും ഓട്ടോ പിടിക്കുന്നു പോകുന്നു. ഈ ചെലവ് കുറയ്ക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്കോ കുറച്ച് കൂടുതലുള്ള സാധനം, ക്വാണ്ടിറ്റീസ് കൂടുതൽ വേണ്ട ചില സാധനങ്ങൾ, ഉദാഹരണം റൈസ്, അരി, അതുപോലെ തന്നെ തേയില, പഞ്ചസാര, ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് വേണ്ട സാധനങ്ങളാണ്. ഇത് 1 വാങ്ങിച്ചു 2 വാങ്ങിച്ചു, അല്ലെങ്കിൽ കൂടുതൽ പൈസ ഓട്ടോയ്ക്കും മറ്റു ട്രാവലിംഗ് എക്സ്പെൻസ് നമ്മൾ എടുക്കുന്നു അല്ലെ? അങ്ങനെയുള്ള കോസ്റ്റുകൾ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് 1 മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്ത് വെക്കാറില്ലേ? അതുപോലെയൊക്കെ തന്നെ വേക്കൻസീസ് വരുമ്പോ അധികം ദൂരത്തല്ലാത്ത വേക്കൻസീസ് ഒക്കെ ഒറ്റ ചെലവിൽ അങ്ങോട്ട് നടത്തി വിടണം. അതാണ് ടാലന്റ് അക്വിസിഷൻസിൽ മറ്റൊരു കാര്യം പറയുന്നത്. ഇനി ഫ്രം ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ്, ഇനി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഇങ്ങനെ ടാലന്റുകളെ കണ്ട് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അക്വിസിഷന് വേണ്ടിയിട്ട് ഏതൊക്കെ ടാലന്റുകളെ വേണം എന്നുള്ളത് ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെന്റുകളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു പ്രിപ്പയർ. അവരത് എന്ത് ചെയ്യുന്നു, അവരതിനകത്ത് അത് ഉണ്ടാക്കി തയ്യാറാക്കി വെക്കണം. അത് എവറി മന്ത് പറ്റുമെങ്കിൽ എല്ലാ മാസവും ഒന്ന് നോക്കുക എത്ര ആളുകളുടെ ഒഴിവുകളുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളൊന്നും അഡ്വാൻസ് ആയിട്ട് കാണാം. ഫ്യൂച്ചർ വേക്കൻസീസ് കൂടി മുന്നിൽ കണ്ടിട്ട് വേണം നമ്മളത് ഇന്റന്റുകൾ തയ്യാറാക്കാനായിട്ട്. ഓക്കെ. പക്ഷെ ചില കേസസിൽ ദർ മേ ബി സം അർജന്റ് നീഡ്സ്, അതായത് അർജന്റ് റിക്വയർമെന്റ്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊഴികെ അതിന് എക്സെപ്ഷണൽ കേസാണ്, അത് റെയർ കേസസ് മാത്രമാണ്. അത് അതർവൈസ് ഇറ്റ് വിൽ ബി ഓൾ നമുക്ക് മുന്നിൽ കാണാവുന്ന വേക്കൻസീസ് ആയിരിക്കാം. സോ ഇത്തരം അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് കൂടി നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും വി ആർ ഗോയിങ് ഫോർ എ ടാലന്റ് അക്വിസിഷന് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതുകൂടി ഒന്ന് മനസ്സിൽ ഉണ്ടാവണം, മുൻകരുതലുകൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതിനകത്ത് സെന്റൻസുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തതാണോ? ഇനിയുള്ള ഭാഗമൊക്കെ വളരെ സിമ്പിൾ ആണ്. അത് നിങ്ങൾ എന്നെക്കാളും നിങ്ങൾ തന്നെ പറയും. ഇത്രയും നമ്മൾ അണ്ടർലൈൻ ചെയ്തതാണോ എന്നൊന്ന് പറയാം. റേഷ്യോ വരെയൊക്കെ അണ്ടർലൈൻ ചെയ്തതാണ് എന്റെ ഒരു ഓർമ്മ. ആണോ? റേഷ്യോ വരെയുള്ള സെന്റൻസിന്റെ അവിടെ വരെ മാർക്ക് ചെയ്തൊന്ന് പറയോ ആരെങ്കിലും? ആരുമില്ലേ ഇവിടെ? ഹലോ? വേക്കൻസി ഓഫ് അനദർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അവിടെ വരുന്നത് ബുക്ക് കിട്ടിയിട്ട് ബുക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടോ? നിങ്ങള് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടി തന്നിട്ടുണ്ടോ? PDF ഇട്ട് തന്നിട്ടില്ലേ? ചിലപ്പോ അത് അയച്ചിട്ടുണ്ടാവുമായിരിക്കും. അണ്ടർലൈൻ ചെയ്യാൻ പറയാം. അപ്പൊ അയച്ചിട്ടുണ്ടാവുമായിരിക്കും. ചിലപ്പോ നിങ്ങൾക്ക് എത്താത്തതായിരിക്കും. അപ്പൊ ചിലപ്പോ ഈ ആഴ്ചയുടെ അവസാനമായിരിക്കും. അവസാനമാകുമ്പോഴേക്കും കിട്ടും. അതിനും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം,
ടീച്ചേഴ്സ് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ പറ്റുമെങ്കിൽ ഒന്ന് അതിന്റെ ഒന്ന് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തൊന്ന് വെച്ചേക്കാം ആവശ്യത്തിന്. അല്ലെങ്കിൽ അവിടെ തന്നെ ഞാൻ ഫോണിൽ നോക്കിയാണ് അത് നമുക്ക് പഠിക്കാനും അത്ര അങ്ങോട്ട് പറ്റില്ലല്ലോ. ഫോണില് അത് കിട്ടണില്ലേ? ചാപ്റ്ററിന്റെ നെയിം മാത്രമേ ഉള്ളൂ. ചാപ്റ്റേഴ്സ് ഒന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതൊന്നും ഇല്ല. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. വേറെ ആരെങ്കിലും പറയോ? അങ്ങനെ തന്നെയാണോ എല്ലാവർക്കും? പെട്ടെന്ന് പറ, എന്നിട്ട് വേണം എനിക്ക് അവിടെ ഇൻഫോം ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്നോട് എന്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ എന്ന് അതേ കണ്ടല്ലോ. അഫ്നാൻ ഉണ്ടല്ലോ, എല്ലാവർക്കും PDF ഉണ്ടെന്ന് പറയുന്നു. അഫ്നാൻ പ്ലീസ് സെർച്ച് വൺസ് അഗൈൻ. ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ശരിയായ രീതിയിലാണോ ചെയ്തേക്കണേ. ഐ തിങ്ക് അഫ്നാൻ നോക്കുന്നത് സിലബസിന്റെ PDF ആയിരിക്കും. സിലബസ് അല്ല, അല്ലാതെ നമ്മൾ നോട്ട്സ് ഇട്ടെന്ന് നിങ്ങളോട് ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ. ഇപ്പൊ നോട്ട്സ് വന്നു ഇൻ ബിറ്റ്വീനിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴോ കുട്ടികൾ പറഞ്ഞിരുന്നു എന്നോട്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ് PDF ഉണ്ട്. അപ്പൊ അതൊന്ന് ലോഡ് ആവുന്നില്ല. എന്തത് ഓരോ ചാപ്റ്റർ വൈസ് നോക്കി എടുത്താൽ മതി. നിങ്ങൾ എവിടെയെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും കഫേയിൽ പോയിട്ട് അതിന്റെ എടുക്കുന്ന ചാപ്റ്ററിന്റെ ഒക്കെ തൽക്കാലം ടെക്സ്റ്റ് ബുക്കിന് ഓർഡർ കൊടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ മുഴുവനൊന്നും അതിന്റെ PDF പ്രിന്റ് ഔട്ട് എടുക്കണ്ട. അല്ലാത്തവര് ഓരോ ചാപ്റ്റർ മാത്രമായിട്ട് എടുക്കുക കേട്ടാ. ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഞാൻ പറയാം. ഓക്കെ. The intents of departments. ഫസ്റ്റ് പേജ് അല്ലടാ, വേഗം സ്ക്രോൾ ചെയ്തിട്ടൊന്നും വന്നില്ല മുന്നിലേക്ക്. വേറെ പേജസ് ബാക്കിയുള്ളവർക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു. എന്തെങ്കിലും നമ്മളുടെ എന്തെങ്കിലും ഫങ്ഷനിങ് കുഴപ്പം കൊണ്ടാവാം. ആർക്കും വരുന്നില്ലെങ്കിൽ മേ ബി ഇവിടത്തെ കംപ്ലൈന്റ് ആകാം. കുറച്ചു പേർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിക്കേ. ലാസ്റ്റത്തെ സെന്റൻസ്, ആ നോർമലി എന്നുള്ള വേർഡ് വിട്ടിട്ട് ബാക്കിയുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒരു പാരഗ്രാഫിലെ വലിയ പാരഗ്രാഫില് കേട്ടാ. വലിയ പാരഗ്രാഫ് ആണെങ്കിലും സിമ്പിൾ ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. The intents of departments are collected and scrutinized every month. ഓരോ മാസത്തെയും ഇന്റന്റുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്ത് അത് വളരെ വ്യക്തമായിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്ത് പരിശോധിച്ചൊക്കെ നോക്കിയിട്ട് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ is maintained to reduce the process cost and consequences except under exceptional circumstances when there is urgent requirement. പെട്ടെന്ന് അർജന്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ റിക്വയർമെന്റ് ഒഴികെ, അത്തരം ഒരു എക്സെപ്ഷണൽ കേസ് ഒഴികെ ബാക്കിയുള്ള കേസസിലൊക്കെ കോസ്റ്റുകൾ പരമാവധി പലതരത്തിലുള്ള കോസ്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാം. ആ ഒരു സെന്റൻസ് നോർമലി എന്നുള്ള സെന്റൻസ് വേണ്ട, സോറി വേർഡ് വേണ്ട. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് ഒരു ഇന്റന്റിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ടാലന്റ് അക്വിസിഷന് വേണ്ടി ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഒരു ഇന്റന്റ് തയ്യാറാക്കണം. ഇത്ര വേക്കൻസീസ് ഉണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണെന്നുള്ളതൊക്കെ വ്യക്തമാകുന്ന അതിന്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി HR മാനുവലിൽ പഠിച്ചു. ആ ഒരു അക്വിസിഷന്റെ ഫോമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ക്ലിയർ ആണോ? ആ ഫോം വെറുതെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നെയിം ഓഫ് ദ ഇൻവെന്റർ, ആരാണ് ആ ഇൻവെന്റർ, ആരാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ആളുടെ പേര് വേണം, ആ ഇൻവെന്ററിന്റെ പേര്. ഡേറ്റ് ഓഫ് ഇൻവെന്റ്, ആ പർച്ചേസ് ഓർഡർ വെക്കുന്ന ആളുടെ പേര് വേണം. അതുപോലെ തന്നെ ആ പർച്ചേസ് ഓർഡർ വെക്കുന്ന ഡേറ്റ് വേണം. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പർപ്പസ് ഓഫ് ഇൻവെന്റ്, എന്താണ് ആ ഓർഡറിനോട്, അങ്ങനെ ആ ഒരു വേക്കൻസി അതിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ ഓർഡർ ആണ്. അത് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി, നോർമൽ, ഫ്യൂച്ചർ. അതായത് ഇപ്പൊ തന്നെ എമർജൻസി ആയിട്ട് വേണ്ട ഒരു എന്താ പറയാ വേക്കൻസി ആണ്, ഫില്ല് ചെയ്യേണ്ട വേക്കൻസി ആണ്, അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു സമയമുണ്ട്. നോർമലാണ്, പെട്ടെന്നല്ല ഇതിലുണ്ട്, ആവശ്യമുണ്ട്. ഫ്യൂച്ചർ, ഭാവിയിലേക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം ഒക്കെ കഴിഞ്ഞിട്ടുള്ള റിക്രൂട്ട്മെന്റ് മതി എന്നുള്ളതാണെങ്കിൽ അങ്ങനെ അതങ്ങനെ കൃത്യമായിട്ട് അവര് സമയം എന്താ പറയാ കറക്റ്റ് ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ എവിടെ വേണമെന്ന് ടിക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ ഡയറക്ഷൻസ് ആണ്. ഡയറക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആസ് പെർ കറന്റ് റിക്വയർമെന്റ് കൈൻഡ്ലി പ്രൊവൈഡ് ദ ഫോളോയിങ് ടാലന്റ്സ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഈ കറന്റ് ആയിട്ടുള്ള ഇത്ര എന്താ പറയാ ഈ സമയത്തുള്ള റിക്വയർമെന്റ് അനുസരിച്ച് ഞങ്ങൾക്ക് താഴെ പറയുന്ന ടാലന്റുകളെ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റിലെ ഇന്റന്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഡെസിഗ്നേഷൻസ്? അവിടെ കോളമുണ്ട്. ഡെസിഗ്നേഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഏത് സ്ഥലത്തേക്കാ, കാർഡിയോളജി ആണോ, എന്താ പറയാ സൈക്കാട്രി ആണോ, അല്ലെങ്കിൽ മറ്റ് ഓഫ്താൽമോളജി ആണോ, ഗൈനക്കോളജി ആണോ, എവിടെയാണോ അതാണ് ഡെസിഗ്നേഷൻ. ഇനി എക്സ്പീരിയൻസ് റിക്വയർഡ്, ഇതിൽ വേണ്ട എക്സ്പീരിയൻസ് എന്താണ്?
അത് വേണം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് അത് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് എടുത്ത് പറയുന്നതാണെങ്കിൽ അത് അവിടെ കറക്റ്റ് ആയിട്ട് പറയണം. ഇനി നോന്നല്ല കേട്ടത്, നമ്പർ എന്നാണ്. എത്ര എണ്ണം വേണം, എത്ര വേക്കൻസീസ് ആ ഓരോന്നിലുണ്ട്. ഉദാഹരണം ഡെസിഗ്നേഷന്റെ താഴെ ഞാനിവിടെ ആദ്യം എഴുതി കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് അവിടെ വേക്കൻസി ഉള്ളത്. എക്സ്പീരിയൻസ് റിക്വയർഡ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ്, 3 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ 2 അത് അവിടെ കൊടുക്കുന്നു. നമ്പർ ഓഫ് വേക്കൻസീസ്, എത്ര ആൾക്കാരുടെ വേക്കൻസി ഉണ്ട്, ഇപ്പൊ ഞാൻ 2 കൊടുക്കുകയാണെങ്കിൽ അവിടെ 2 കൊടുക്കുന്നു. ഇന്റൻഡഡ് സാലറി കേട്ടോ, അവർക്ക് കൊടുക്കുന്ന ഒരു സാലറി, ആ ആൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാലറിയാണ്. പിന്നെ അത് അപ്രൂവൽ, അപ്പൊ ഇന്റന്റ് സമർപ്പിക്കുമ്പോൾ അതിന്റെ അകത്ത് അപ്രൂവലിനൊക്കെ വേണ്ടിയിട്ട് അവിടെ കോളം ഉണ്ട്. അപ്രൂവൽ ബൈ HOD അപ്രൂവൽ ചെയ്യണം, ജനറൽ മാനേജർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അപ്രൂവൽ ചെയ്യണം, അവരുടെ സിഗ്നേച്ചർ കൊടുക്കണം. അതൊക്കെയാണ് അപ്രൂവൽ ചെയ്യുന്ന എങ്ങനെയാണ്, സിഗ്നേച്ചറും സീലും ഉണ്ടെങ്കിൽ അത് രണ്ടും. അപ്രൂവൽ ബൈ ചെയർമാൻ ആണെങ്കിൽ അങ്ങനെ. ഇനി ചിലപ്പോ ഇത് എന്താ പറയാ, ഈ പറയുന്ന വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വെക്കുമ്പോ ചിലപ്പോ ഇത് അവര് സ്വീകരിക്കണം എന്നില്ല. HR മാനേജറോ അല്ലെങ്കിൽ ജനറൽ മാനേജറോ അത് മേ നോട്ട് റിസീവ്, ക്യാൻ റിജക്ട് ഓൾസോ. അവർ സാധാരണ റിജക്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ റിജക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ അവിടെ കാണിക്കണം. മനസ്സിലായോ? ഇതൊക്കെ ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ട കോളംസ് ആണ്. ഇനി എന്താണ് ഒഫീഷ്യൽ ഫോർമാറ്റിലേക്ക്, ഓഫീസ് സംബന്ധമായിട്ട് അത് അവർ ചെയ്യുന്നതല്ല, ഓഫീസിൽ നിന്ന് അപ്രൂവൽ ഒക്കെ കിട്ടിക്കഴിഞ്ഞത് അവിടെ ടോപ്പിലേക്കൊക്കെ എത്തും, മാനേജ്മെന്റിലേക്ക്. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എഴുതി വരും. അത് ഒഫീഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, അവരാണ് ചെയ്യേണ്ടത്. ഡീറ്റെയിൽസ് ഓഫ് ഇന്റർവ്യൂ, അപ്പൊ ഇതിനകത്ത് ഈ വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അതൊക്കെ ഫില്ല് ചെയ്ത് പറഞ്ഞുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുക. അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ്, അപ്രൂവൽ ബൈ ചെയർമാൻ, ഇങ്ങനെയുള്ളതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഇന്റന്റ് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്തിട്ടായിരിക്കണം അതിന്റെ കാര്യങ്ങളൊക്കെ വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മുടെ ടാലന്റ് അക്വിസിഷൻസിന് വേണ്ടിയിട്ടുള്ള ഇന്റന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനൊരു ഫോർമാറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നു മാത്രം. ഈ ഫോർമാറ്റ് എവിടെ ഉണ്ടായിരിക്കും? HR മാനുവലിൽ നമ്മൾ നേരത്തെ കണ്ടന്റുകൾ പഠിച്ചു അല്ലെ? അപ്പൊ അതിനകത്ത് ഉണ്ടായിരിക്കും. പ്രിസ്ക്രൈബ്ഡ് ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രിസ്ക്രൈബ്ഡ് ഫോംസ് എന്ന് പറയുമ്പോൾ എല്ലാത്തരം ഫോമുകളുടെയും പ്രിസ്ക്രൈബ്ഡ് ഫോം അതിനകത്ത് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതൊരു ഇന്റന്റിന്റെ ഫോർമാറ്റ് ആണ്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് കാണാനൊന്നും പഠിക്കാനൊന്നും ഇല്ല നമുക്ക്, നിങ്ങളുടെ അറിവിലേക്ക്. അപ്പൊ ഒരു ഇന്റന്റ് വെക്കുമ്പോൾ, ടാലന്റിന് വേണ്ടിയിട്ടുള്ള ഇന്റന്റ് വെക്കുമ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഫോർമാറ്റിലായിരിക്കണം അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതും അത് അവിടെ നിന്ന് അപ്രൂവൽ ആയിട്ട് വരേണ്ടതും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? വേഗം പറ. ശരി, ഹലോ പെട്ടെന്ന് ടക്കെന്ന് ഒരു എസ് മാത്രമല്ല ടൈപ്പ് ചെയ്യാനുള്ളൂ. വേഗം പറയണേ, നമ്മുടെ സമയം പോകും. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഇന്റന്റ് സമർപ്പിച്ചു, അല്ലെങ്കിൽ ഇന്റന്റ് എങ്ങനെയാണ് ഒരു ടാലന്റ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ഇന്റന്റ് ഹൗ ടു പ്രിപ്പയർ. അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ നമ്മൾ കണ്ടു. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഹൗ ടു അക്വയർ എംപ്ലോയീസ്. ഇനി എങ്ങനെ നമുക്ക് എംപ്ലോയീസിനെ കിട്ടും, അതായത് ജോലി. അപ്പൊ ഇന്റന്റ് ഉണ്ട്, ഇത്ര വേക്കൻസീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ ഇന്റന്റ് കൊണ്ടുവന്ന് ഓരോ HODകളും അവരുടെ ഇതുകൊണ്ടെന്ന് HR മാനേജറിനെയോ ജനറൽ മാനേജറിനെയോ സബ്മിറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അക്വയർ എംപ്ലോയീസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് ഇവരെ എംപ്ലോയീസിനെ കണ്ടെത്തണം. ഇതിനുള്ള മാർഗം എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെപ്പനേക്കാളും മുമ്പേ പറഞ്ഞു പോകും. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്, പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ഓർ സ്റ്റാഫ്, നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ് ത്രൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ്, walk-in candidates, social media network, online job sites and advertisement. But these are the main sources of acquiring employees. പുതിയ ജോലിക്കാരെ കിട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട ചില മാർഗങ്ങൾ, സ്രോതസ്സുകൾ, സോഴ്സസ് ആണ് ഈ പറയുന്ന ലിസ്റ്റിലുള്ളത്. ഏതൊക്കെയാ? എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് എന്താണെന്ന് വീണ്ടും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിക്കാം. പേഴ്സണൽ റെഫറൽ ഓഫ് മാനേജ്മെന്റ് ഓർ സ്റ്റാഫ്, notice board for public and patients, through professional consultants, walk-in candidates, social media network, online job sites and advertisements. So let's see ഇതെന്താണ് ഇത് ഓരോന്നും എന്താ നമുക്ക് നോക്കാം. അപ്പൊ എംപ്ലോയീസിനെ കണ്ടെത്തുന്ന രീതികളാണ് ഈ പറയുന്നത്. ഒന്നാമത്തേത് എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്. ഞാൻ പറയാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആകും. അതായത് സംടൈംസ് ഇൻ എവറി ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷനിലെയും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെ സം ടൈപ്പ് ഓഫ് ഹാർഡ് കോപ്പീസ് ഓർ സോഫ്റ്റ്വെയർ, അതായത് നമ്മളുടെ ഹാർഡ് ഫയൽസ് ആയിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കോപ്പീസ് ആയിട്ടോ പല കാര്യങ്ങളും ഈ HR ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ന്യൂമറസ് ആപ്ലിക്കേഷൻസ്.
അതായത് എണ്ണത്തിലൊതുങ്ങാത്ത രീതിയിൽ കുറെ ആപ്ലിക്കേഷൻസ് ഫോർ ഡിഫറെന്റ് പോസ്റ്റ്, പല പല പോസ്റ്റുകളിലേക്ക് മെയിലായിട്ടോ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അത് ഇങ്ങനെ ഹാർഡ് ആയിട്ടായിരിക്കും. അതായത് എഴുതി ഫോം ഒക്കെ ഫില്ല് ചെയ്ത പോലത്തെ എഴുതി തയ്യാറാക്കി സ്വന്തം ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള എന്താ പറയാ ആപ്ലിക്കേഷൻസ് നമ്മൾ എഴുതാറില്ലേ? ചില സ്ഥലത്തൊക്കെ വേക്കൻസീസ് ആണ് നമ്മൾ ഹാൻഡ് റിട്ടൺ ആപ്ലിക്കേഷൻസ് ചെയ്താറില്ലേ? ഇന്നിപ്പോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് എല്ലാവരുടെയും വീടുകളിലും ഒക്കെ തന്നെ നമുക്ക് സിസ്റ്റം ഉണ്ട്, പ്രിന്റർ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് ഭയങ്കര കുറച്ചുകൂടി അങ്ങോട്ട് അല്ലെ ഇച്ചിരി ലെവലിൽ തന്നെ പോകാം എന്നൊക്കെ വിചാരിച്ചു. പണ്ടൊക്കെ എന്താ ആപ്ലിക്കേഷൻസ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ കുറച്ചുകൂടി നമുക്കറിയാം നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മളും ചെയ്യുന്നു അല്ലെ. കാരണം ഇന്നത്തെ ഓരോ പുതിയ പുതിയ ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമുക്കും അറിയണ്ടേ അല്ലെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്തിട്ട് അത് എന്റെ പ്രിന്റഡ് ഒരു കോപ്പി എടുത്തിട്ട് നമ്മൾ സ്വന്തം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അതുകൊണ്ട് അതിന്റെ കൂടെ റെസ്യൂമേയും കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുകൊടുക്കും അല്ലെ. ചിലർ നേരെ കൊടുക്കും. അല്ലെ ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അവരുടെ ഇപ്പൊ ആണെങ്കിൽ മിക്ക ഓർഗനൈസേഷൻസിനും സൈറ്റ് ഉണ്ടായിരിക്കും അവരുടെ. അപ്പൊ അവരുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് ഇവിടുന്ന് മെയിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെ നമ്പർ ഓഫ് എന്താ പറയാ ആപ്ലിക്കേഷൻസ് പോസ്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഇമെയിൽസ് ആയിട്ടോ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ വന്ന് ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ടാവും. മനസ്സിലായോ? എല്ലാ ഓർഗനൈസേഷൻസിനും ഉണ്ടാകും. അതായത് വേക്കൻസീസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൊടുക്കണതല്ല അത്. ചില സംരംഭങ്ങളിൽ ഇപ്പൊ അതിന് കുറച്ച് നല്ല ഉദാഹരണം പറയാൻ ഞാൻ പറയുന്നത് ടീച്ചേഴ്സിന്റെ പോസ്റ്റിനെ പല സ്കൂളുകളിലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞ് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ നേരത്തെ എന്ത് ചെയ്യുന്നറിയോ, അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ആപ്ലിക്കേഷൻസ് കൊടുക്കും. കാരണം അവിടെ അന്നേരം അവര് ഒരു എന്താ പറയാ വേക്കൻസി ഉണ്ടത് പബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ല. വിതൗട്ട് സീയിങ് അഡ്വർടൈസ്മെന്റ് ഓർ പബ്ലിഷിംഗ് ചെയ്തിട്ടില്ലാത്ത ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊണ്ടുകൊടുക്കുന്നു. അതെന്തിനാ അങ്ങനെ? ഇഫ് എനി ഓഫ് സച്ച് എ പോസ്റ്റ് നീഡ്സ് എനി വേക്കൻസി, അത്തരം പോസ്റ്റുകൾ എന്തെങ്കിലും വേക്കൻസീസ് ഉടലെടുത്താൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ദേ വിൽ കൺസിഡർ. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ അതെടുക്കുന്നു, അത് സ്ക്രൂട്ടിനൈസ് ചെയ്യും, അത് ഫിസിക്കൽ ഫയൽ അതായത് ഇങ്ങനെ ഫയലുകളിൽ ഉണ്ടാക്കി എഴുതി വെച്ചിരിക്കുന്ന, അതായത് കൊണ്ടുകൊടുത്തപ്പേ കയ്യിൽ പേപ്പർ ഇതായിട്ടൊക്കെ നമ്മൾ കൊണ്ടുകൊടുത്തതാണെങ്കിൽ അത് ഫയൽസിൽ അവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫയൽ എടുത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ എവിടെ നിന്നാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യും, എടുക്കും. എന്നിട്ട് അവർ നോക്കും വെദർ ദിസ് വേക്കൻസി ഈസ് എന്താ പറയാ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണോ എന്നത് അവരെന്ത് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. നമ്മുടെ ആപ്ലിക്കേഷനും ഇവിടെ കിടക്കുന്ന ആപ്ലിക്കേഷൻസ് വെദർ ഇറ്റ് ഫിറ്റ്സ് ഫോർ അവർ വേക്കൻസി, നമ്മുടെ വേക്കൻസിക്ക് ഫിറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കും. ആൻഡ് അങ്ങനെയാണെങ്കിൽ they can use that resume. അത്തരം ബയോഡാറ്റാസ് അവർക്കത് അതിനുവേണ്ടി ഉപയോഗിക്കാം. ആൻഡ് ഓൾസോ അവരെ കോൺടാക്ട് ചെയ്യാം. ആ വേക്കൻസീസ് അങ്ങനെ അവരുടെ ആ ഒരു ഇത് ഫിൽ ചെയ്യാനായിട്ടുള്ള ആളുകളെ എടുക്കാനായിട്ട്. മനസ്സിലായോ? അങ്ങനെ റിസീവ് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ അവർ അവിടെ കൊണ്ടുവച്ചൊക്കെ ഇത് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇന്ന ആളുകൾ ഇന്ന ഇതിന് വേണ്ടിയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്, ഇന്ന ജോലിക്ക്. ഇപ്പൊ നേരത്തെ ഞാൻ ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇംഗ്ലീഷ് എന്താ പറയാ കൂടുതൽ എടുത്ത് പഠിച്ച ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന പഠിച്ച ടീച്ചറൊക്കെ ആണെങ്കിൽ അവര് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് അപ്പൊ ഇംഗ്ലീഷിന്റെ അത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അക്കോർഡിംഗ് ടു ദ ഡെസ്റ്റിനേഷൻ, ആ പ്രത്യേക ലക്ഷ്യത്തിന് ഉതകുന്ന രീതിയിൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ മാത്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ മാത്സ് പഠിച്ച ടീച്ചർ ആണെങ്കിൽ അവർ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ മാത്സിന് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അത് മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അത് ഏത് ഓർഗനൈസേഷനിലും അങ്ങനെ തന്നെ. They may receive a number of applications, okay, through post or emails or by എന്താ പറയാ പോസ്റ്റ് ഇങ്ങനെയൊക്കെ കിട്ടിയത്. അത് സ്ക്രൂട്ടിനൈസ് ചെയ്ത് they can select from that. അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാം. അതെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഡാറ്റാ ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഓൾറെഡി ദ ഡാറ്റ ഇസ് ദർ ഇൻ ദയർ കളക്ഷൻ. അവരുടെ തന്നെ കളക്ഷനിൽ കമ്പ്യൂട്ടറിലായിക്കോട്ടെ അതുപോലെ തന്നെ അവരുടെ ഫയൽസിലായിക്കോട്ടെ അത് അവിടെ ഉണ്ട്. അതെടുത്ത് വെറുതെ നോക്കിയാൽ മതി. അപ്പൊ they can fill അതിനകത്ത് നെസസറി ആയിട്ടുള്ള വേക്കൻസീസ് ഫിൽ ചെയ്യാൻ പറ്റിയ ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ ഈ ആപ്ലിക്കേഷൻസിൽ ഉണ്ടെന്ന് നോക്കും. That's all. കിട്ടിയോ? മനസ്സിലായോ? എക്സിസ്റ്റിംഗ് ഡാറ്റാ ബാങ്ക് ക്ലിയർ ആണോ നോക്കിയേ. വായിച്ചു നോക്കുന്ന സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. സ്ക്രീനിലുള്ളത് കാണുന്നുണ്ടോ? സ്ക്രീനിലുള്ളത് കാണാമല്ലേ നിങ്ങള്? യെസ്, വായിച്ചു നോക്കണേ.
And then if you have any doubt, you can ask. A second. Tokyo, any doubts? Samsung Dandagilam. എന്തെങ്കിലും നിങ്ങോ എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സിമ്പിൾ അല്ലേ അത്? എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് അതുവഴി നമുക്ക് എംപ്ലോയീസിനെ കിട്ടാൻ സാധ്യതയുള്ള രീതികളാണ് പറഞ്ഞേക്കണം. എംപ്ലോയീസിനെ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് ക്ലാസ്സിലാണ് കേട്ടോ. ഇറങ്ങിയിട്ട് വിളിക്കാം. വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് ഓക്കെ അല്ലെങ്കിൽ എസ് എന്നൊക്കെ ഒന്ന് പറയാ. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാട്ടോ. സ്ക്രൂട്ടിനൈസ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ വിശദമായി പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്രൂട്ടിനൈസ് ചെയ്യാം. നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താ പറയാ പരിശോധിക്കണം. അതിന് വെറുതെ ഇങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ പോലെ അതല്ല, വളരെ നല്ല രീതിയിൽ പരിശോധിക്കുക. നമുക്ക് ആവശ്യമുള്ളവർ അവിടെ നിന്ന് തന്നെ ആ കിടക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ആളുകളെ കിട്ടുകയാണെങ്കിലേ എന്ത് പറ്റുമെന്നറിയോ? അല്ല എന്താ നേട്ടം എന്നറിയോ? നമ്മൾ പരസ്യത്തിന്റെ ചെലവ് അങ്ങോട്ട് കുറയ്ക്കാം അല്ലെ? നമ്മൾ വെറുതെ എന്തിനാ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് അതുകൊണ്ട്. ഓക്കെ, സോ യു ഹാവ് ടു അണ്ടർലൈൻ ദ സെന്റൻസ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. സോഫ്റ്റ് ആൻഡ് ഹാർഡ് ഫയൽസ് മെയിൻറ്റെയിൻഡ്. The HR department might be receiving numerous applications by post, mail or directly when vacancies are or not either notified or advertised. ചിലപ്പോൾ വേക്കൻസീസ് ഉണ്ടെന്ന് അറിയട്ടോ അത് വേക്കൻസീസ് പബ്ലിഷ് ചെയ്യാണ്ട് തന്നെയും ഒരുപാട് ആപ്ലിക്കേഷൻസ് പോസ്റ്റിലെയും അതുപോലെ തന്നെ ഇമെയിലായിട്ടും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ടാകാം HR ഡിപ്പാർട്ട്മെന്റില് കേട്ടോ. അതാണ് സോഫ്റ്റ് ആൻഡ് ഹാർഡ് ഫയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, the intention behind a sentence underline ചെയ്യാ. ഹോസ്പിറ്റൽസിൽ വേക്കൻസീസ് അറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ റെസ്യൂമേഴ്സ് ക്യാൻ ബി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിൽ നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യാം? ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുന്നു, CVs ഒക്കെ അറേഞ്ച് ചെയ്യുന്നു. നമുക്ക് വേണ്ട ആൾക്കാരൊക്കെ ഇതിനകത്ത് ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ഈ CV എന്ന് പറഞ്ഞാൽ എന്താ? റെസ്യൂമേ തന്നെയാണ് CV. കരിക്കുലം വിറ്റേ എന്ന് പറയുന്ന അതിന്റെ ഷോർട്ട് ഫോം ആണ് CV. ബയോഡാറ്റ അതിന്റെയൊക്കെ പേര് ഇങ്ങനെ കുറച്ച് മാറി വന്നതാണ്. ബയോഡാറ്റ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. അത് റെസ്യൂമേ എന്നും അതുപോലെ കരിക്കുലം വിറ്റ എന്നും ഒക്കെ നമ്മൾ പറയും. അതാണ് CV എന്ന് പറയുന്നത്. അപ്പൊ ഈ CV വെച്ചിട്ട് നമുക്ക് വേണ്ട ആൾക്കാരെ ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കും. നമുക്ക് വേണ്ടവരെ അതിൽ നിന്ന് എടുക്കുക. അതാണ് ഷോർട്ട് ലിസ്റ്റ്. മനസ്സിലായോ? അത് പഠിക്കേണ്ടത് കേട്ടോ. ചാപ്റ്ററിന്റെ അവിടെ ഇങ്ങോട്ടൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. സോ അന്നേരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. വയ്യൊക്കെ ശരിക്കും അറിയില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളെ ചമാശല്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഒരു ക്ലാസ് ഒക്കെ ഓൾറെഡി വീക്കിൽ പോയി. അടുത്ത ക്ലാസ് കൂടി കളയാനായിരിക്കാം. ചുമ എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോറി. ഓക്കെ, ഇനി സെക്കൻഡ് സോഴ്സ് ആണ് നമ്മുടെ എംപ്ലോയീസിനെ കിട്ടാനുള്ള ടാലന്റ് ഹണ്ടിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മാർഗം ഏതാ? പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ഓർ സ്റ്റാഫ്. അതായത് when some vacancies arise in ഹോസ്പിറ്റലിലോ മറ്റേത് ബിസിനസ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ അവിടെയൊക്കെ ഇതുപോലെയുള്ള വേക്കൻസീസ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ the managers and employees. നമുക്കറിയാം ഒരു എന്താ പറയാ ഓർഗനൈസേഷനിൽ മാനേജേഴ്സ് ഉണ്ട്, അതുപോലെ മറ്റ് എംപ്ലോയീസ് ഉണ്ട്, മാനേജ്മെന്റ് ഒക്കെ ഉണ്ട് അല്ലെ. അവരെയൊക്കെ പ്രോപ്പർ ചാനലിലൂടെ പ്രോപ്പർ രീതിയിലൂടെ അതായത്
ഇന്റേണൽ സർക്കുലേഴ്സ് ഇങ്ങനെ അല്ലെങ്കിൽ കുറെ മെമ്മോസ് ഒക്കെ അങ്ങോട്ട് പബ്ലിഷ് ചെയ്യും. അതിനകത്ത് അതായത് ആ ഓർഗനൈസേഷനിൽ തന്നെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഇതുപോലെ വേക്കൻസീസ് ഉണ്ടായ അവിടെയുള്ളവർക്ക് തന്നെ അത് എംപ്ലോയീസിനും അതുപോലെ എംപ്ലോയേഴ്സിനും ഒക്കെ മാനേജേഴ്സിനും ഒക്കെ പല പല സ്ഥലങ്ങളിലേക്ക് കുറെ മെമ്മോസ് ഇന്ന സ്ഥലത്ത് വേക്കൻസി ഉണ്ടെന്ന് അവിടെ തന്നെ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്തു. പുറത്തേക്കല്ലാന്ന് മനസ്സിലായോ? വിതിൻ ദ ഓർഗനൈസേഷൻ ഇന്റേണൽ ആണ് ഉദ്ദേശം. നോക്കിയേ, ഇന്റേണൽ സർക്കുലറുകൾ അങ്ങ് പുറപ്പെടുവിക്കും. അപ്പോ ഈ സർക്കുലറിലൂടെ ഇൻഡിപേറ്റ് അവരെന്ത് ചെയ്യുന്നു, മാനേജ്മെന്റ് ഹാസ് ടു ഫോക്കസ്. അതായത് ഇവരെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? There may be some well-wishers, those who applied for this vacancies from this staff or management. ഇവിടെയുള്ള മാനേജ്മെന്റുമാരുടെയോ അല്ലെങ്കിൽ മാനേജേഴ്സിന്റെയോ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെയോ അല്ലെങ്കിൽ സ്റ്റാഫിന്റെയോ കുറച്ച് എന്താ പറയാ അവരുടെ കുറച്ച് നന്മ ആഗ്രഹിക്കുന്ന അവര് എന്താ പറയാ കുറച്ച് ആൾക്കാർ അവരുടെ റിലേറ്റീവ്സിലായിരിക്കാം, ഫ്രണ്ട്സിലായിരിക്കാം, അവര് കുറച്ച് അവർക്ക് നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാര് കൂടുതൽ കൂടി ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, ഇവിടെ എന്താ പറയാ പുറത്ത് എനിക്ക് വേണ്ട ഒരു അക്കാംക്ഷി എന്നൊക്കെ പറയുമല്ലോ മലയാളത്തില്, വെൽവിഷ എനിക്ക് എന്താ പറയാ നന്മ വരണമെന്ന് വേറെ ഒരാൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കാം. എന്റെ ഫ്രണ്ട് ആയിക്കോട്ടെ, റിലേറ്റീവ് ആയിക്കോട്ടെ, ആരെങ്കിലും. ഇപ്പൊ ഇവിടെ ഒരു വേക്കൻസി വരുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മളെ അറിയിക്കുമ്പോൾ നമ്മളിത് ആളെ അറിയിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ബിക്കോസ് ദർ ഇസ് എ വേക്കൻസി, അവിടെ ഒരു വേക്കൻസി ഇന്ന രീതിയിൽ. അപ്പൊ അതിന് പറ്റിയ ഒരു ഫിറ്റാണ് ആളെയാണ് കേട്ടോ നമ്മളത് എന്ത് ചെയ്യുള്ളൂ, ഇന്റിമേറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എംപ്ലോയീസിനെയും സ്റ്റാഫിനെയൊക്കെ അറിയിക്കുന്നു. സർക്കുലാർസ് അല്ലെങ്കിൽ മെമ്മോസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ട് ഈ വേക്കൻസിക്ക് എന്താ പറയാ അപ്ലൈ ചെയ്യാനായിട്ട് അവരെ നമ്മൾ എന്താ പറയാ അവരോട് ഫോഴ്സ് ചെയ്യുന്നു അല്ലെ. കാരണം ആ ഒരു റിക്രൂട്ട്മെന്റിലൂടെ ചിലപ്പോൾ അവർക്ക് എന്താ പറയാ ഈ ഒരു എംപ്ലോയിയിലൂടെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫുകളുടെ എന്താ പറയാ ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളവരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്താ പറയാ ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയീസ് അവിടെയുള്ള സ്റ്റാഫിനെ ഡയറക്ട്ലി റെക്കമെൻഡ് മാനേജ്മെന്റ്. ഇപ്പൊ ഞാൻ ഇന്നൊരാളുണ്ട് കേട്ടോ, ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ചിലപ്പോ വില്ലിങ് ആയിരിക്കാം വരാനായിട്ട്. കാരണം ഇന്ന ക്വാളിഫിക്കേഷൻ ആൾക്കുണ്ട്, ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഈ ആൾക്കുണ്ടെന്ന് ഞാൻ വേണമെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെയും ആകാം. ഓക്കെ, അല്ലെങ്കിൽ അവരോട് നേരിട്ട് വന്നിട്ട് നമ്മൾ അവരെ അറിയിക്കണം, അപ്പൊ ഇങ്ങനെ വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, വിതിൻ ടൈമിൽ സമയത്തുള്ള അപ്ലൈ ചെയ്താൽ യു മേ ഗെറ്റ് റിക്രൂട്ടഡ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ റിക്രൂട്ടഡ് ആകാം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഏത് രീതിയിലും ആ ആളുകളെ എന്താ പറയാ ജോബ് ആസ്പിരൻസ് മീൻസ് ആരാണ്? ജോബ് സീക്കേഴ്സ്, ജോലി ആവശ്യമുള്ളവരെ കണ്ടെത്താനുള്ള മറ്റൊരു മാർഗവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് സ്റ്റാഫിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് റെക്കമെൻഡ് ചെയ്യാം HR മാനേജറിനെയോ. മീൻസ് അതെ ഞാൻ എനിക്കറിയുന്ന ആളാണ്, ആളെ നമുക്ക് എടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് അവരുടെ പോസിറ്റീവ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവരെ എന്താ പറയാ നമുക്കൊരു സജഷൻ പറയാം, ഇന്ന ആള് ഉണ്ടെന്നുള്ളത്. അതെ, ഓക്കെ. ഇനി ഇങ്ങനെ നമ്മള് ഒരു സജസ്റ്റ് ചെയ്യുമ്പോ we not select a wrong person or a wrong staff. ഇങ്ങനെ നമ്മൾ ആരെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്രോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളുടെ പേരിൽ ആ ഒരു ഓർഗനൈസേഷനിലെ ജോലിക്കാരനായിട്ട് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കില്ല. കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, മാനേജ്മെന്റ് പറയുകയാണത് ഇവിടെ ഇന്ത്യൻ സ്ഥലത്തൊക്കെ വേക്കൻസീസ് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട്, അപ്പൊ ടീച്ചേഴ്സ് ഉണ്ടോ, നമുക്ക് ഇന്ന വേക്കൻസി വരുന്നുണ്ട്, അപ്പൊ ടീച്ചേഴ്സിന്റെ ഒഴിവുണ്ട്, അപ്പൊ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ഇവിടെ മാനേജ്മെന്റ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പ്രിഫർ ചെയ്യുന്ന ആളുകളെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു കൊടുക്കും. ഇനി ചിലപ്പോൾ ഞാൻ ചില ആളുകളെ പ്രിഫർ ചെയ്യില്ല, കാരണം അത് നമുക്ക് അത്ര നല്ല ശരിയായ രീതിയിലുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ, ചിലപ്പോ നമ്മളുടെയും കൂടി ഇമേജിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരാളാണ്, ചിലപ്പോ നമ്മളെ തന്നെ എന്താ പറയാ കരിവാരിത്തേക്കാന്നൊക്കെ പറയാം, ടാർണിഷിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളുടെ ഇമേജിന് കോട്ടം വരുത്തുന്ന എന്താ പറയാ നമ്മളുടെ ഇമേജിനെ കരിവാരിത്തേക്കുന്ന രീതിയിലുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യില്ല, ആ പറയുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ എടുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ എന്നിട്ട് അവരോട് അതിന് പറയുമോ ഇങ്ങോട്ട് വരല്ലേ, കാരണം എന്താ ആള് അത്ര ശരിയല്ല അങ്ങനെയുള്ള രീതിയിൽ. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫെയ്ത്ത്ഫുള്ളി ഉള്ള ആളുകളാണ്, നല്ല രീതിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരെ എങ്ങനെയെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും. അങ്ങനെയുള്ള ചില സോഴ്സസിലൂടെയും മാനേജ്മെന്റ് ക്യാൻ സെലക്ട് എംപ്ലോയീസിനെ കണ്ടെത്താനുള്ള സാഹചര്യമുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആയോ? വായിച്ചു നോക്കുക, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
സിമ്പിൾ ആണ് ഇതൊക്കെ അല്ലെ. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ബിസിനസ് ഓർഗനൈസേഷൻസിലും ഹോസ്പിറ്റൽസിലും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ. ഗവൺമെന്റ് അല്ല കേട്ടോ, ഗവൺമെന്റിൽ നമുക്കറിയാം നമ്മൾ അതിൻ്റെതായ രീതിയിൽ അതിന്റെ നിയമങ്ങളും എക്സാംസും ഒക്കെ ഉണ്ട്. അതൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഗവൺമെന്റിൽ വരിക. അതല്ലാതെയുള്ള പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. We have a right to suggest some personnel. ഇതുപോലുള്ള ജോലിക്കാരെയൊക്കെ സജസ്റ്റ് ചെയ്യാനും റെക്കമെൻഡ് ചെയ്യാനും അത് മാനേജ്മെന്റ് പറയുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള അധികാരമുണ്ട്. അതാണ് പറഞ്ഞത്. Clear ആയോ? Any doubts on that paragraph? Second point എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ടാർണിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറയില്ലേ, നമ്മളുടെ എന്താ പറയാ കരിവാരി തേക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, നമ്മളുടെ ഇമേജിന് കോട്ടം വരുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല, നമ്മളുടെ ഒപ്പം കൊണ്ടൊന്ന് ജോലി ചെയ്യിപ്പിക്കാനായിട്ട്. അതാണ് കളങ്കപ്പെടുത്തുക എന്നൊക്കെ ഉണ്ട്. കളങ്കപ്പെടുത്തുക, കരിവാരി തേക്കുക എന്നൊക്കെ. അതായത് നമ്മളുടെ ഇമേജിന് കളങ്കം വരുന്ന രീതിയിലുള്ള ആളുകളെ നമ്മൾ സജസ്റ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ടീച്ചറിന്റെ ഒരുകൊണ്ട് ടീച്ചർക്ക് ഇവിടെ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ യു കൻ സജസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഓക്കെ ഇന്ന ആളെങ്കിലും ഓക്കെ അപ്പൊ കൊണ്ടുവരാൻ പറ്റും. കാരണം ആള് പെർഫെക്റ്റ്ലി അവരവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നു, പങ്ക്ച്വൽ ആണ്, കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്നു, വളരെ നല്ലൊരു ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആളെ ഞാൻ എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും അല്ലെ. ആളോട് പറയും, അല്ലെങ്കിൽ ഇവിടെ മാനേജ്മെന്റിനോട് പറയും, ചെയ്യുന്ന ആളാണ്, ഞാൻ നമ്പർ വേണമെങ്കിൽ തരാം, എന്ത് ചെയ്യാം, യു ക്യാൻ കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എംപ്ലോയീസ് കിട്ടും. അതേസമയം അങ്ങനെയുള്ള ആളുണ്ട്, പക്ഷെ അത്രക്കൊന്നും പോരാ അല്ലെ, പങ്ക്ച്വലായിട്ട് വരുന്നില്ല, കൃത്യതയില്ല, അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേണ്ട. കാരണം അത് നമ്മുടെ ഇമേജിനെ കൂടി ബാധിക്കും. കാരണം അത് നമ്മളുടേതായ രീതിയിൽ നമ്മൾക്ക് ഒരു ഓർഗനൈസേഷൻ നമ്മളുടേതായ ഒരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് ചിലപ്പോ അത് മോശമായി തീർന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രിഫർ ചെയ്യില്ല. അതാണ്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ഫസ്റ്റ് സെന്റൻസ്. വെൻ വേക്കൻസീസ് അറൈസ് ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലും എന്ത് ചെയ്യുന്നു, ഈ വേക്കൻസീസ് ഉണ്ടാകുമ്പോൾ മാനേജ്മെന്റ്, മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആർ, മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെയും അതുപോലെ തന്നെ മാനേജർമാരെയും ഇന്റിമേറ്റ് ചെയ്യും. എന്തിലൂടെ? ഇന്റേണൽ സർക്കുലേഴ്സ് ആൻഡ് മെമ്മോസ് വഴിയും സർക്കുലാറുകൾ പുറപ്പെടുവിച്ചൊക്കെ അവരെ കാര്യം അറിയിക്കും ഇന്ന വേക്കൻസീസ് ഉണ്ടെന്ന്. ഓക്കെ, അത് ആ സെന്റൻസ് അപ്ലൈ ചെയ്യാം. ഇനി ഈ സർക്കുലാർസ് ഇന്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാനേജ്മെന്റ് അവര് കാണും എന്ന ചാൻസ്, അതായത് അവരുടെ ഈ സ്റ്റാഫുകളൊക്കെ അവരുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ അവരുടെ വെൽ വിഷേഴ്സിനെയോ എന്ത് ചെയ്യുന്നു, ഈ വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. ബൈ ഇന്റിമേറ്റിംഗ് ദം ത്രൂ circulars, the management foresees the chances of directing their friends, relatives and well wishers to apply for the vacancies. അവിടെ വരെ മതി, അപ്ലൈ ഫോർ ദ വേക്കൻസീസ് വരെ മതി. ആ സെന്റൻസ് വീണ്ടും നീട്ടി അറ്റം വരെ എത്തിക്കേണ്ട, വേക്കൻസീസ് വരെ മതി. ക്ലിയർ ആയോ? രണ്ടാമത്തെ സെന്റൻസ് കിട്ടിയോ? ഓക്കെ. പിന്നെ ഏതാ, രണ്ടാമത്തെ ആണോ? രണ്ടാമത്തെ സെന്റൻസ്. ആ രണ്ടാമത്തെ ബൈ എന്ന് തുടങ്ങിയിരിക്കുന്ന സെന്റൻസിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ടു അപ്ലൈ ഫോർ ദ വേക്കൻസീസ് വരെ മതി. അതിന്റെ ബാക്കി ഭാഗം വേണ്ട എന്നത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഒരു സെന്റൻസ്. An existing management personnel, manager or a staff member recommending a wrong fraud candidate does not arise. അതായത് നമ്മൾ സാധാരണ ഇതുപോലുള്ള വേക്കൻസീസ് വരുമ്പോ നമ്മൾ ഒരു തെറ്റായ ഒരു ഫ്രോഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമുക്ക് പേടിയുണ്ട്. എന്ത് പേടി? ഫിയറിംഗ് ദ ടാർണിഷിംഗ് ഓഫ് ഹിസ് ഇമേജ് ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ജെന്യുയിൻ ഈവൻ ഇൻ ലേറ്റർ സ്റ്റേജ്. അതായത് അതൊന്നും വേണ്ട, നമുക്ക്
fearing the tarnishing of his image അവിടെ വരുന്നത് കേട്ടോ. And existing എന്ന് തുടങ്ങി fearing the tarnishing of his image. നമ്മളുടെ ഇമേജിനെ കളങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ കരിവാരിത്തെരിക്കുന്ന രീതിയിലുള്ള ആളുകൾ ആണ് എന്ന് നമുക്ക് തോന്നുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ പേരില് നമ്മളിവിടെ കൊണ്ടുവന്ന് എംപ്ലോയി ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് മോശമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ പേരിനെ കൂടി മോശമാക്കും അത്, അല്ലെ? ആ ടീച്ചർ കൊണ്ടുവന്ന ആളാണ്, ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നമ്മള് ആള് എന്താ പറയാ തോന്നുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ക്ലാസ് ടീച്ചർ എടുക്കുന്നില്ല എന്നൊക്കെ ആവൂലേ? അങ്ങനെ വരാൻ പാടുണ്ടോ? അതെനിക്ക് മോശം പേരല്ലേ? ആണോ? അത് പറ നിങ്ങള്. അത്രേ ഉള്ളൂ. ഓക്കെ, കുറച്ചുകൂടി അധികം കൊടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റുന്നില്ല. നിങ്ങളോട് ക്ഷമിക്കണം. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അത് ഫുള്ളുണ്ട്. ആ ഇന്റേണൽ സർക്കുലർ മെമ്മോസ് വരെയുണ്ട്. അത് എന്താന്ന് പറയണത്, അതായത് ഒരു ഹോസ്പിറ്റലിൽ വേക്കൻസീസ് ഉണ്ടാകുമ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, മാനേജർമാരെയും എംപ്ലോയീസിനെയും ഇന്റേണൽ സർക്കുലർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തന്നെ സർക്കുലർ, പുറത്തേക്ക് വിടുന്ന സർക്കുലർ ഹോസ്പിറ്റലിൽ പുറത്തേക്ക് വിടുന്നില്ല, അവിടെ തന്നെ ഒരു സർക്കുലറോ മെമ്മോ ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് അയക്കും. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്താ പറയാ ഒഴിവുകൾ ഉണ്ടെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണത്. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കണമെന്നില്ലല്ലോ, അപ്പൊ എല്ലാവരും അറിയിക്കുന്നു. അപ്പൊ ഈ മെമ്മോ വായിക്കുന്ന എനിക്ക് പരിചയത്തിലുള്ള ആളുണ്ടല്ലോ, വേണമെങ്കിൽ കൊണ്ടുവരാലോ എന്ന് നമുക്ക് അറിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും അറിയിക്കലാണത് ഒന്നാമത്തെ സെന്റൻസ്. ക്ലിയർ? നമുക്ക് നാളെ അടുത്ത ദിവസം കുറച്ച് മുമ്പിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതൊക്കെ ഇച്ചിരി എളുപ്പമുള്ളത്. ഇനി ഭാഗമൊക്കെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇത്ര എളുപ്പമായിരുന്നില്ലേ? അത് എനിക്ക് പാടില്ലാത്ത സമയത്ത് തന്നെ അത് എളുപ്പമുള്ള പോർഷൻ വന്നത് നന്നായി. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി കഷ്ടപ്പെട്ടേ. കാരണം എന്താണ്, നമ്മളതൊന്ന് എന്തെങ്കിലും നമ്മൾ വായിച്ചെടുക്കുന്നതല്ല, മറ്റുള്ളവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആകുക, അല്ലെ? ഞാൻ വായിച്ചു, എനിക്ക് മനസ്സിലായി, പക്ഷെ അതിന് കാര്യമില്ലല്ലോ. നിങ്ങളത് എത്രത്തോളം ഗ്രഹിച്ചു എന്നുള്ളതിലാണ് കാര്യം. അതാണ് വലിയ കാര്യം. അതല്ലെങ്കിൽ പണിപ്പോയാൽ. ഓക്കെ, സോ സി യു. അടുത്ത ദിവസം വരുമ്പോഴേക്കും കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. ക്ലാസ് പെൻഡിങ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പഠിച്ചു വന്നത്. നിങ്ങൾക്ക് മാത്രമേ ക്ലാസ് ഉണ്ടായി എനിക്ക്. സോ ഓക്കെ, സോ സി യു നെക്സ്റ്റ് വീക്ക്. Okay, thank you. Yes, thank you.